ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഇന്ത്യക്കകത്തും പുറത്തും മികച്ച അഭിപ്രായവും അതുപോലെ തന്നെ കളക്ഷനും നേടി മുന്നേറുകയാണ് ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ. 15ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് കളക്ഷൻ വിസ്ഫോടനം തന്നെയാണ് എന്ന് പറയാം. ഈ ഒരു വെള്ളിയാഴ്ചത്തേക്ക് കടക്കുമ്പോൾ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം തന്നെ തകിടം മറിയാൻ പോവുകയാണ്. ഇന്നലെ വരെയുള്ള കളക്ഷനിൽ കാണാൻ കഴിയുന്നത് ഒരു പിടി റെക്കോർഡുകൾ തന്നെയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സിനിമയ്ക്ക് ഇന്ന് വന്നിരിക്കുന്ന ഒരു പോസ്റ്റർ 55-ന് മുകളിലുള്ള സ്ക്രീനുകൾ ആഡ് ചെയ്യുന്നു തെലുങ്കിൽ എന്നുള്ളതാണ്. അതായത് തെലുങ്കിൽ അമ്മാതിരി ഒരു കൊലത്തൂക്കാണ് സിനിമ തൂക്കുന്നത്. 300-ന് മുകളിലുള്ള തിയേറ്ററുകളിലാണ് സിനിമ റിലീസ് ചെയ്തതെങ്കിൽ ആദ്യ ദിനം നേടിയത് 1,75,00,000 രൂപയാണ്. രണ്ടാം ദിവസം സിനിമ 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടി, അത് ഒരു വർക്കിംഗ് ഡേയിൽ എന്ന കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് ഇന്ന് സിനിമയ്ക്ക് 55 തിയേറ്റർ കൂടെ അല്ലെങ്കിൽ സ്ക്രീനുകൾ കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഇതിനോടകം തന്നെ ഞെട്ടിപ്പിക്കുന്ന റെക്കോർഡുകളിലേക്കാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദിയിൽ ഇന്ന് മുതൽ 500-ന് മുകളിലുള്ള സ്ക്രീനുകൾ ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണെങ്കിലും ഇന്ന് മുതലാണ് ആ ഒരു കാര്യം. ഇതിനോടകം തന്നെ റെക്കോർഡ് തൂക്കുകയാണ് ഹിന്ദിയിലും. ഇന്നലെ നേടിയത് 1,40,00,000 രൂപയാണെങ്കിൽ നമുക്ക് രണ്ടാം ദിവസം അല്ലെങ്കിൽ ജനുവരി 2-ന് നേടിയത് ഏകദേശം 60,00,000-ന് മുകളിൽ ആയിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിക്കുന്നത്. എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള ആ റിപ്പോർട്ടുകൾ വരാൻ ഏതാനും മണിക്കൂറുകൾ കൂടി എടുക്കും. എന്നിരുന്നാലും നമുക്ക് കാണാൻ കഴിയുന്നു 7 കോടിക്ക് മുകളിൽ ഹിന്ദി വെർഷൻ്റെ കളക്ഷൻ വന്നിരിക്കുന്നു. കേരളത്തിൽ ഇന്നലെ ഒരു ഇടിവ് ആയിരുന്നു എന്ന് തന്നെ പറയാം. അതായത് മാർക്കോ ഇറങ്ങുന്നതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ മാർക്കോയോടൊപ്പം തന്നെ മറ്റ് സിനിമകളുടെ റിലീസ് കൂടി ഉണ്ടായിരുന്നു. ഐഡൻറ്റിറ്റി എന്ന സിനിമയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും വലിയൊരു ഇടിവ് വന്നില്ല. 1,10,00,000 രൂപയോളമാണ് ഫൈനലായിട്ട് സിനിമയുടെ കളക്ഷൻ വന്നായി പറയുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായി 38-39 കോടിയിലേക്ക് സിനിമ എത്തിയതായി സ്ഥിരീകരിക്കുന്നു. റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വേറെ ഒന്നുമല്ല, പ്രമുഖ ട്രാക്കേഴ്സ് പോലും 37 കോടിയിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങൾ കേരളത്തിൽ പറയുന്നു. ഇനി കേരള കളക്ഷൻ 38 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 13 കോടിയുമാണ് സിനിമയുടെ ഇന്നലെ വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളായി ഇപ്പോൾ ലഭിക്കുന്നത്. ഓവർസീസിൽ നിന്ന് 33 കോടിക്ക് മുകളിലും, അങ്ങനെ നോക്കുമ്പോഴും സിനിമ 80 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. രാം ഗോപാൽ വർമ്മ സിനിമയെക്കുറിച്ച് പുതിയ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ ഒരു സിനിമയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നറിയില്ല. കൊറിയൻ റിലീസിനെ കുറിച്ച് അദ്ദേഹം അങ്ങനെ തന്നെ പറയുകയും ചെയ്യുന്നു. മറ്റ് രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 crore ലോഡിംഗ് എന്നുള്ള ഒഫീഷ്യൽ പോസ്റ്ററുമായിട്ട് സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. മിക്ക തിയേറ്ററുകളിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു പോസ്റ്ററാണ്. ഇന്ന് പല സ്ഥലത്തും ആ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മൾ 75 കോടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പോസ്റ്ററിന് വേണ്ടി ഉണ്ണി മുകുന്ദനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും നമുക്ക് അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. പക്ഷേ ഉണ്ണിയുടെ ആ ഒരു മനസ്സിലിരിപ്പ് വേറെ ഒന്നുമല്ല, 50 കഴിഞ്ഞാൽ 100 കോടിയെന്നോ അല്ലെങ്കിൽ 200 കോടിയിലേക്ക് പോകാനുള്ള ആ ഒരു വ്യഗ്രത തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇവിടെ നടക്കാനും പോകുന്നത്. സിനിമ സിമ്പിളായിട്ട് 200 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു സപ്പോർട്ട് കാണുമ്പോഴാണ്, അല്ലാതെ ഒരു ആവേശത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആ രീതിയിലോ പറയുന്നതല്ല. ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിന് പുറത്തേക്ക് കിട്ടുന്ന ആ ഒരു റേഞ്ച് അങ്ങനെ തന്നെയാണ്. അതായത് തെലുങ്ക്, ഹിന്ദി ഒക്കെ അങ്ങനെയാണ്. ഇനിയും തമിഴിലെ റിലീസ് ഇന്ന് നടക്കാൻ പോവുകയാണ്. 127ഓളം തിയേറ്ററുകളിലാണ് സിനിമയുടെ റിലീസ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള ആ ഒരു തിയേറ്റർ കൗണ്ടുകൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെലുങ്കും വെർഷനും തമിഴിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം സിനിമ വിറ്റുപോയിരിക്കുന്നത് 15 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. അതും ഒരു മികച്ച തുടക്കം തന്നെയാണ്. ഇന്നും വിറ്റുപോയിരിക്കുന്നത് 38,000-ന് മുകളിലുള്ള ടിക്കറ്റ്. ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇടിവ്. കൊറിയയിൽ സിനിമയുടെ റിലീസ് തരംഗം വരും എന്നുള്ള ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു വാർത്ത ഇന്ന് ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ കണ്ടത്. കൊറിയയിൽ ഗംഭീരമായിട്ടുള്ള റിലീസിന് തന്നെയാണ് സിനിമ ഒരുങ്ങുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. എന്താണേലും സിനിമ ഇതിനോടകം തന്നെ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഹിന്ദിയിൽ മാത്രമായിട്ട് ഏകദേശം 1,200ഓളം ഷോകളായിരുന്നു. അടുത്ത ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ 2000, അതായത് ഇന്ന് മുതൽ 2000-ന് മുകളിലുള്ള ഷോകളായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. 500 സ്ക്രീനുകൾ കൂടി ആഡ് ചെയ്യുന്നു. മൊത്തം ഏകദേശം സിനിമ 3000-ന് മുകളിലുള്ള സ്ക്രീനുകളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയുമാണ്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള കുതിപ്പാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള. ഈ ഒരു ദിവസം സിനിമ പ്രതീക്ഷിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ നേടുമെന്നും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സിനിമ ഇതിനോടകം എത്ര നേടിയിട്ടുണ്ടാകാം? ട്രാക്കേഴ്സ് മുഖാന്തരം അറിയുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് 85 കോടിക്കും 88 കോടിക്കും റേഞ്ചിൽ ആണ് സിനിമ ഇപ്പോൾ നിൽക്കുന്നതെന്നാണ്. അതുപോലെ തന്നെ സിനിമയുടെ 100 കോടി എന്നെത്തും എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്താണെങ്കിലും ഈ ഒരു സിനിമ അഭിപ്രായത്തിൻ്റെ കാര്യത്തിലും കളക്ഷൻ്റെ കാര്യത്തിലും ഇന്ന് മുന്നിലേക്ക് പോകുന്നു. നല്ല ക്വാളിറ്റി സ്റ്റഫായിട്ടുള്ള ഒരു കാര്യം ഒരു സിനിമ ഇറക്കി വിട്ടാൽ അത് വ്യത്യസ്തത പുലർത്തുന്നതാണെങ്കിൽ ജനങ്ങൾ അത് സ്വീകരിക്കും എന്നുള്ള, അതായത് മലയാളികൾ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് മാർക്കോ. അപ്പോൾ ഗംഭീര വിജയമാകട്ടെ. 100
100 കടന്ന് 200 കോടിയിലേക്ക് സിനിമ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.